അപ്പം ഒന്നും കൂടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. കുറേ പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ഈ വീഡിയോ ചെയ്യും. അപ്പം ഞാൻ പറയും 2 ദിവസത്തിനുള്ളിൽ ചെയ്യാം, നാളെ ചെയ്യുന്നുണ്ട്, നാളെ ഇടുന്നുണ്ടെന്ന് പറയുമെങ്കിലും എനിക്കത് ശരിക്കും എനിക്ക് ഇടാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. ഐ ആം റിയലി സോറി. എനിക്കത് ഇടാൻ പറ്റായിരുന്ന കാരണം എനിക്ക് ഡ്യൂട്ടിയാണ്, ഇപ്പം ക്ലാസ് ആയി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇനി വീഡിയോസിൽ ഞാൻ കാണിക്കാൻ നോക്കാം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു വീഡിയോ ഇടാനും ഇടയ്ക്ക് സമയമുള്ളപ്പം മടിയും കാണിച്ചിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് കുറേ ക്വസ്റ്റ്യൻ ടൈപ്പാണ്, കുറേ കമൻസിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് എനിക്ക് വരാറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഞാനിപ്പം ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ നോക്കിയാലും അതിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എടുത്തു വരുമ്പം പകുതിയൊക്കെ ഞാൻ എടുക്കത്തുള്ളൂ. അത് ഒരിക്കലും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, മടി കാരണം. എന്നെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ 2 ദിവസമായിട്ട് ഞാൻ മെസ്സേജിന് റിപ്ലൈ ഒക്കെ കൊടുക്കാനും ഒക്കെ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ കുറേ ഒരു 2 ആഴ്ച മുൻപും 3 ആഴ്ച മുൻപൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചവർക്കൊക്കെ എനിക്ക് ഇന്നലെയും മെനഞ്ഞാന്ന് വട്ടം റിപ്ലൈ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും അവരുടെയൊക്കെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ എനിക്കതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്ക് സമയമില്ലായിരുന്നു കൈസ്. ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ കയറുമെങ്കിലും ഞാൻ മെസ്സേജസ് ഒന്നും നോക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് കമൻസിന് ഞാൻ അങ്ങ് ക്ലിയർ ചെയ്ത് പോവാന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാൻ വേണ്ടി ഇരിക്കുക. അതാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത് ഗൈസ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഓരോന്നോരോന്നിട്ട് വായിക്കാം, അതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഒരു അഞ്ജു പിള്ളയാണ് കേട്ടോ. ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് 1 ഇയർ കഴിഞ്ഞാൽ വാലിഡിറ്റി ഉണ്ടോ അതിൻ്റെ പേര് റിജക്റ്റ് ആകുമോ? 1 ഇയർ സത്യം പറഞ്ഞാൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ റിജക്ഷൻ വരുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് ഒക്കെ ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചാണ്. പക്ഷേ വാലിഡിറ്റി വെച്ചിട്ട് അങ്ങനെ റിജക്ഷൻ വരാറില്ല. പിന്നെ ചില കേസിൽ ഇപ്പം ഹൗസ് ബിൽഡിങ്ങിനാണെങ്കിൽ B1ൻ്റെയോ B2ൻ്റെയോ 2 മൊഡ്യൂൾ വെച്ചാൽ ചിലപ്പോൾ റിജക്ഷൻ വരുന്നുണ്ട്. പക്ഷേ അത് ഒന്നുകൂടെ വെക്കുമ്പം ചിലപ്പോൾ കിട്ടുന്നവരും ഉണ്ട്. അതുകൊണ്ട് വാലിഡിറ്റിയുടെ കാര്യം വാലിഡിറ്റി ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല നിയമം. പിന്നെ ആകാശ് മനോഹരൻ പൊളി, താങ്ക് യു. അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ മടിയും പിന്നെ ഈ സമയമൊക്കെ കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇപ്പം എനിക്ക് ശരിക്കും വീഡിയോ ഒക്കെ എടുക്കണം, ഇപ്പം ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പോലും ഞാനിപ്പം മിക്കത് ലൈക്ക് അടിച്ച് വിടുക ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പം ഞാൻ കമൻറ്റിൽ വന്ന് പറഞ്ഞാലും വീണ്ടും ഡൗട്ട് ചോദിക്കും. അപ്പം ചിലപ്പോൾ ഞാൻ എടുത്ത് നോക്കും, അറിയാതെ എടുത്ത് നോക്കുമെങ്കിൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാവേ. ബോയ്സിന് കിട്ടുമോ? ഇത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞത് തന്നെയാണ് എല്ലാവരും ഒന്നും കൂടെ ചോദിക്കുന്നത്. എന്നാലും ഞാൻ പറയാം, ബോയ്സിന് കിട്ടും. പക്ഷേ നമുക്ക് ഗേൾസിന് കിട്ടുന്ന കണക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, ഇത്തിരി ടൈം എടുക്കും. സാധാ ഗേൾസിന് ചെയ്യുന്നത് കണക്ക് തന്നെയാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ, പക്ഷേ ഇച്ചിരി ടൈം എടുക്കും എന്നൊരിതേ ഉള്ളൂ. ഏത് ഏജൻസി വഴിയാണ് ഞാൻ പോയത്? മന്യ മോഹൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഏജൻസി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഞാൻ വന്ന ഏജൻസി അന്ന് ഏജൻസി അല്ലായിരുന്നു, ഇപ്പോൾ അത് ഏജൻസി ആണോന്നും എനിക്കത്ര ഉറപ്പില്ല. കാരണം ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒരു കുഴപ്പമില്ലാതെയൊക്കെ വന്ന് അതിന് ശേഷമുള്ളതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും പൈസ വാങ്ങിച്ചതിൻ്റെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ഏജൻസി ഞാൻ വന്ന വഴി ഞാൻ അങ്ങനെ പറഞ്ഞു തരത്തില്ല. വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഏജൻസിയിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കെയർ ഓഫിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അല്ലാതെ എൻ്റെ ഏജൻസി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഉഡായിപ്പ്. ഇപ്പം ഉഡായിപ്പാണ്, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവും ഇല്ല കേട്ടോ. പക്ഷെ എൻ്റെതൊക്കെ ചെയ്തപ്പോൾ നല്ല പക്കയായിട്ട് തന്നെ എല്ലാം ചെയ്ത് തന്നായിരുന്നു.
അടുത്തത് സന്ധ്യ ചോദിച്ചേക്കുന്ന ഔപെയർ പ്രോസസ് ചെയ്ത് കൊടുക്കുന്ന ഏജൻസി പറയാമോ? അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പം ഹലോ ഹായ് ഇടുന്നതിലും ഏറ്റവും ബെറ്റർ ഹായ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആൻസർ തരാം. അപ്പോൾ ഹായ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ലൈക്ക് അടിച്ചു വിടും, അല്ലെങ്കിൽ ഹലോ ഇടും. പിന്നെ അടുത്ത റിപ്ലൈ കാത്തിരിക്കാനുള്ള ടൈം എനിക്ക് ശരിക്കും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് ഔപെയറിൽ നിന്ന് നഴ്സിംഗ് ഹൗസ്ബിഡിലേക്ക് മാറുന്നതിനുള്ള പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഇടാമോ? ഷുവറായിട്ട് ഞാൻ ഇടാം, പക്ഷേ എനിക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഞാൻ ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഇന്ന് ഞാൻ മടി പിടിച്ചെങ്കിലും ഞാൻ ഇന്ന് ഇട്ടേ പറ്റൂ എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഷുവറായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ. പിന്നെ ചേച്ചി അവിടെ വന്ന് B2 പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ എന്തെങ്കിലും എക്സാം എഴുതി പാസ്സായാലേ B2 പഠിക്കാൻ ചേരാൻ പറ്റുള്ളൂ? ഇല്ല കേട്ടോ, നമ്മൾ ഓൾറെഡി A1 പഠിച്ചിട്ടാണെങ്കിലും B1 ആണെങ്കിലും ഏത് ഇത് പഠിച്ചാലും നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഏത് ലെവലാണ് വേണ്ടത്. ചിലപ്പോൾ നമ്മൾ ചേരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ചിലപ്പോൾ നമ്മളോട് നമുക്കിപ്പോൾ B1 കയറുവാണെങ്കിൽ നമുക്ക് A1 A2 ബേസിക് ഒക്കെ അറിയാവുന്ന ചിലപ്പോൾ അവർ ടെസ്റ്റ് ഇടും. അല്ലാത്ത പക്ഷം കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് ചേരാൻ വേണമെങ്കിൽ ഇപ്പോൾ B2ൻ്റെ പ്രിപ്പറേഷൻ മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിപ്പിക്കുന്നവരും അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ഞാനിവിടെ വന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചില്ല, കാരണം ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ലെവൽ ഓൺലൈൻ വഴി നോക്കിയതെന്നല്ലാതെ ഞാൻ പഠിച്ചതും ഇല്ല. എൻ്റെ ഫാമിലി എനിക്ക് പൈസ പ്രൊവൈഡ് ചെയ്തതും ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ പൈസ പ്രൊവൈഡ് ചെയ്തില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. എവിടെ ആയിരുന്നു കുറെ ആയല്ലോ? ആകാശ് മനോഹരൻ. ആകാശിന് ഭയങ്കര സപ്പോർട്ടാട്ടോ എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ മടിയും പിന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ ക്ലാസ് കയറി, അത് കഴിഞ്ഞ് ഇനി വെക്കേഷനൊക്കെയാണ് വരുന്നത് ഗൈസ്. അടുത്ത ഗോയിത്തെ എക്സാം അവിടെ എളുപ്പമാണോ അതോ ടെൽക്കാണോ നല്ലത്? ശരിക്കും പറഞ്ഞാൽ ഗോയിത്തയുടെ പാറ്റേൺ വേറെയും ടെൽക്കിൻ്റെ പാറ്റേൺ വേറെയുമാണ്. അപ്പം നമ്മൾ എത്രത്തോളം പഠിച്ച് ആ ഒരു പാറ്റേൺ വെച്ച് പഠിച്ച് എഴുതുവാണെങ്കിൽ അങ്ങനെ നോക്കുമ്പം നമ്മൾ പഠിക്കുന്ന അനുസരിച്ചിരിക്കും നമുക്ക് ടഫാണോ അതോ ഈസി ആണോ എന്ന് പറയാൻ കേട്ടോ. കാരണം ഇപ്പൊ ഗോയിത്തി ആണെങ്കിൽ 4 മൊഡ്യൂൾ എഴുതാം, ഒരുമിച്ച് എഴുതാം, വേണമെങ്കിൽ ഓരോന്നായിട്ട് എഴുതാം. പക്ഷെ ടെൽക്കിൽ സ്പ്ലെഹൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 3 ഒരേ കണക്കാണെന്നാണ് എൻ്റെ ഇത്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. നമ്മൾ എത്രത്തോളം ഇപ്പൊ ഗോയിത്തിയാണ് ഫോക്കസ് ചെയ്ത് എഴുതുന്നെങ്കിൽ നമുക്ക് ഗോയിത്തി തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. പിന്നെ ടെൽക്കിന്റെ മെത്തേഡ് എനിക്ക് അത്ര അറിയത്തില്ല, ഞാൻ വേണമെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവേ. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തരുമോ? അന്ന ചോദിച്ചേക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഇത്രയും ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വന്നപ്പോൾ എനിക്ക് ഓൾറെഡി നാട്ടിലെ ലൈസൻസ് ഉണ്ടായിരുന്നു, 4 വീലറിൻ്റെയും 2 വീലറിൻ്റെയും. അപ്പം ഞാനത് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RTO ഓഫീസിൽ പോയിട്ട് അവിടെ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ പെർമിറ്റ് എടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ലൈസൻസും എനിക്ക് തോന്നുന്നു അറൗണ്ട് 1500 1200 എത്രയോ സംതിങ് ആണ്, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 1500 അകത്തേ ആവത്തുള്ളൂ. അപ്പം അത്രയും എമൗണ്ട് പേ ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഒരു 2 ഡേയ്സിൻ്റെ അകത്ത് വെച്ച് നമുക്കത് കിട്ടും. നമ്മളത് ചെന്ന് കളക്ട് ചെയ്യണോ അതോ നമുക്ക് പോസ്റ്റ് വഴി വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം എല്ലാ സ്റ്റേറ്റും വേറെ ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെത് ഞാൻ പോയി കളക്ട് ചെയ്യുക ചെയ്തത്. അപ്പം അങ്ങനെയാണ് എൻ്റെ ലൈസൻസിൻ്റെ കാര്യം. എനിക്ക് ഇവിടുത്തെ ലൈസൻസ് ഇല്ല കേട്ടോ. പിന്നെ ചേച്ചി വിസ കിട്ടാൻ അറ്റസ്റ്റേഷൻ ചെയ്യണ്ടേ, അല്ലെങ്കിൽ വിസ റിജക്ഷൻ വരത്തില്ലേ? പ്ലീസ് റിപ്ലൈ. കൺഫ്യൂഷൻ ആണ്. ബുലു എന്ന് പറഞ്ഞ അക്കൗണ്ട് എനിക്കറിയത്തില്ല ശരിക്കുള്ള പേരാണോ എന്ന്. വിസ കിട്ടാൻ നമുക്ക് അറ്റസ്റ്റേഷൻ്റെ ആവശ്യമില്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഔപെയർ വിസയിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 10th ഒക്കെ വെക്കണം. ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് അവർ വിസയിൽ അതായത് VFSൽ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന ഡോക്യുമെൻ്റ് അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മളുടെ 10th 12th ഒക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുണ്ട്. അവർ ചോദിച്ചില്ലെങ്കിലും നമ്മളത് വെക്കുക, കാരണം അവരതിനകത്ത് മെൻഷൻ ചെയ്തില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ചോദിച്ചാൽ കൊടുക്കണ്ടേ, അതുകൊണ്ട് അതും കരുതുക. അല്ലാതെ അറ്റസ്റ്റേഷനോ ട്രാൻസ്ലേഷനോ ഒന്നും ഔപെയർ വിസയിൽ ഇതിൽ വരുന്നില്ല. അപ്പം ഇനിയും വീഡിയോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവർക്ക് അറിയാം, ഞാൻ അവരോട് പറയുമ്പോൾ ഞാൻ പറയും നാളെ ഇടാടാ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ മടിക്കുക ഗൈസ്.
ഇടത്തില്ല, മടിയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഭയങ്കര ചൂടാ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ടൊക്കെ വീഡിയോസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചൂട് കാരണം ഞാൻ ഇങ്ങനെ വന്നാൽ കിടത്തിയാ പണി. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നൊരു കാര്യം, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്നത് ഒന്നും ഞാൻ കട്ട് ചെയ്യാറില്ല. കട്ട് ചെയ്തിടാൻ എനിക്ക് മടിയാണ്. അതും ഞാൻ സംസാരിക്കുന്ന അതേ കണക്കങ്ങ് എടുത്തിടുവാണ്. ഇപ്പൊ തന്നെ അറൗണ്ട് 40 മിനിറ്റ്സ് സംതിങ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ട് ഇടുന്നത്, ചിലപ്പോൾ 3 പാർട്ടായിട്ട് ഇടും. അതെനിക്കറിയത്തില്ല. 2 ഇടാൻ നോക്കാം. നിങ്ങളെല്ലാവരും എല്ലാം കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.